ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രിയെ പരിഹസിച്ച രാഹുൽ ഗാന്ധി ട്രംപ് മോദിയെ വിളിച്ച് നരേന്ദ്ര കീഴടങ്ങ് എന്ന് പറഞ്ഞെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. പ്രധാനമന്ത്രി SR പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചുവെന്നും രാഹുൽ ഗാന്ധി. അമേരിക്കയുടെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ 1971 പാകിസ്ഥാനെ തകർത്തു വിട്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഭോപ്പാലിലെ പൊതുപരിപാടിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം. उधर से ट्रंप ने एक इशारा किया, फोन उठाया, कहा मोदी जी क्या कर रहे हो, नरेंद्र सरेंडर, और जी हजूर करके नरेंद्र मोदी जी ने ट्रंप के इशारे का पालन किया. രാഹുലിന്റെ മറുപടിയുമായി BJPയും രംഗത്തു വന്നു. രാഹുൽ സംസാരിക്കുന്ന പാകിസ്ഥാന്റെ ISIയുടെ ഭാഷയിലെന്ന് BJP വക്താവ് തുകിൻ സിൻഹ. രാഹുൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും BJP കുറ്റപ്പെടുത്തി. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയും നിശ്ചിതമായ വാക്കുകളിലൂടെയാണ് പ്രധാനമന്ത്രി അദ്ദേഹം ആക്രമിച്ച് കയറിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. SKN ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പങ്ക് എന്താണ് ഈ ഓപ്പറേഷനിൽ? അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. തുടർച്ചയായി ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. അതിനിടെ ഇക്കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരുന്നതിനിടെയാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനം അല്ലെങ്കിൽ പരിഹാസം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് പ്രധാനമന്ത്രി ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ചത് എന്നാണ് രാഹുൽ ഗാന്ധി ഭോപ്പാലിലെ പൊതുപരിപാടിയിൽ വെച്ച് ആരോപിച്ചത്. നരേന്ദർ സറണ്ടർ എന്ന് ട്രംപ് ആഹ്വാനം ചെയ്തു എന്നും അത് SR എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി അത് അനുസരിച്ചു എന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഒപ്പം തന്നെ ചരിത്രത്തിലേക്കും രാഹുൽ ഗാന്ധി വിരൽ ചൂണ്ടുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധ സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മേൽ കടുത്ത സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിന് കീഴടങ്ങാൻ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ തയ്യാറായില്ല, മറിച്ച് പാകിസ്ഥാനെ തകർത്ത് വിടുകയാണ് ഇന്ത്യ അന്ന് ചെയ്തത് എന്നുമാണ് രാഹുൽ ഗാന്ധി ഈ ഭോപ്പാലിലെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഇത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കുന്നതല്ല എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇതിന് പ്രതികരണവുമായി BJPയും രംഗത്തെത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്നാണ് BJPയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും BJP പ്രതികരിച്ചിരിക്കുന്നു. രാഹുലിൻ്റെ ഈ പരാമർശം വരും മണിക്കൂറുകളിലും കൂടുതൽ ചർച്ചകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.